ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ടൊയോട്ട ഇന്നോവയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ പ്രശ്നമാണ്. ഫ്രണ്ട് ബ്രേക്ക് പ്രശ്നമാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ അവിടുന്ന് സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ വന്നേക്കുന്നത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഈ ഫ്ലൂയിഡ് ഒറ്റുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഇതിൻ്റെ ബ്രേക്ക് പാഡാണ്. നമ്മൾ ബ്രേക്ക് പാഡ് അഴിച്ചിട്ട് പോലും ഇല്ല, പക്ഷേ കറക്റ്റ് വർക്ക്ഷോപ്പിൽ വന്നപ്പോഴത്തേക്ക് ബ്രേക്ക് പാഡ് ഊരി താഴെ പോയി. മീൻസ് ബ്രേക്ക് ഡിസ്ക് ഇത്രയും തേഞ്ഞിട്ട് ബ്രേക്ക് പാഡിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഇതിൽ നിന്ന് താഴോട്ട് വീണു ബ്രേക്ക് പാഡ്. കറക്റ്റ് വർക്ക്ഷോപ്പിൽ വന്നപ്പോഴാണ് ബ്രേക്ക് പാഡ് ഊരി താഴെ വീണത്, ബ്രേക്ക് ഓയിലും ലീക്കായത്. അപ്പോൾ ഇതിൻ്റെ ഡേഞ്ചർ നമുക്കൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. കാരണം ഓട്ടത്തിൽ ഈ ബ്രേക്ക് പാഡ് ഊരിപ്പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കാവും. കാലിപ്പർ പിസ്റ്റൺ ഈ കാണുന്ന പിസ്റ്റൺ പുറത്തോട്ട് തള്ളിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കാവാൻ തുടങ്ങും. ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായി കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിൽക്കില്ല. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് വണ്ടി ആയാൽ കൂടെ ചെറിയൊരു സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വർക്ക്ഷോപ്പിൽ കാണിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ആക്സിഡൻറ്റിലേക്കൊക്കെ പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അവസ്ഥയിൽ കറക്റ്റ് ബ്രേക്ക് പാഡ് ഇവിടെ വന്നപ്പോൾ താഴെ വീണു, ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവാൻ തുടങ്ങി. കാരണം ബ്രേക്ക് പാഡ് തിക്നെസ് ഇത് കണ്ടാൽ മനസ്സിലാവും, ഇത്രയും അരഞ്ഞിട്ട് ബ്രേക്ക് പാഡ് തീർന്നു പോയി. ബ്രേക്ക് ഡിസ്കിൻ്റെ കനം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കട്ടായി ഫുള്ള് കട്ടായിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് പോളിഷ് ചെയ്യാനും പറ്റില്ല. കാരണം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ കനവും കൂടും, ഈ ഒരു സൈഡിൽ കനം കുറവായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ റോട്ടർ ഡിസ്ക് മാറണം. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് നമ്മൾ രണ്ട് സൈഡിലെയും മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സൗണ്ട് വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ലീക്ക് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെഡൽ താന്നു പോവും, നമുക്ക് ബ്രേക്ക് കിട്ടാത്ത ഒരു അവസ്ഥ വരും. അത് വലിയൊരു അപകടത്തിലേക്കൊക്കെ നയിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കുക. ബ്രേക്കിൻ്റെ കാര്യമൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റോട്ടർ ഡിസ്ക് മാറേണ്ടതായിട്ടുണ്ട്, ബ്രേക്ക് പാഡും മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോട്ടർ ഡിസ്ക് ഒരു ചെറിയ ഇതേ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിത് പോളിഷ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇടാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഈ കേസിൽ നടക്കില്ല. കാരണം ഇനിയും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുളവ് കൂടുതലാണ്. ഇനിയും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോകുമ്പോഴത്തേക്ക് പിന്നെ കനം തീരെ ഇല്ലാതാവും. പക്ഷേ ഈ സൈഡിൽ അത്യാവശ്യമുണ്ട്, പക്ഷേ ഈ സൈഡിൽ ഫുള്ളായിട്ട് തീർന്നു പോയി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ കയറി ഇരിപ്പുണ്ട്. നമുക്ക് അതിൻ്റെ കാലിപ്പറിൻ്റെ പിന്നൊക്കെ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് റോട്ടർ ഡിസ്ക് അഴിച്ചെടുക്കണം. അതുപോലെ തന്നെ ബ്രേക്ക് പാഡും മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റോട്ടർ ഡിസ്ക് അഴിച്ചെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ബോൾട്ടും ലൂസ് ചെയ്തിട്ട് കാലിപ്പർ വെളിയിലെടുക്കുക. കാലിപ്പർ വെളിയിലെടുത്തതിന് ശേഷം ഈ കാണുന്ന ബോൾട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ഈ ബോൾട്ട്, ഈ രണ്ട് ബോൾട്ടും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിപ്പർ അസംബ്ലിയോട് കൂടി പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് റോട്ടർ ഡിസ്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 12-ൻ്റെ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ റോട്ടർ ഡിസ്ക് നമുക്ക് ചുറ്റി കൊണ്ടൊന്നും അടിക്കാതെ തന്നെ വെളിയിലോട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാലിപ്പർ ആദ്യം അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ കാലിപ്പർ പിസ്റ്റൺ അഴിച്ച് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന രണ്ട് 12-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡ് നമുക്ക് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഈ ബ്രേക്ക് പാഡ് തീർന്നു കഴിയുമ്പോൾ പിസ്റ്റൺ പൊങ്ങി അതിൻ്റെ മാക്സിമം എൻഡിലോട്ട് വരും. പിസ്റ്റണ് ഏകദേശം ഇത്രയും വീതിയെ വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം എൻഡിലോട്ട് വരും. ഇവിടെ ഒരു ഓറിങ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. ഈ ഓറിങ്ങിന് വെളിയിൽ വരുമ്പോഴാണ് ഈ ഫ്ലൂയിഡ് ലീക്ക് ആവുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രേക്ക് പാഡും റോട്ടർ ഡിസ്കും തീർന്നത് കൊണ്ടാണ് ഈ ഫ്ലൂയിഡ് ലീക്ക് ആവാനുള്ള കാരണം പിസ്റ്റൺ മുകളിലോട്ട് വന്നു. അതായത് പിസ്റ്റൺ ബ്രേക്ക് പാഡ് തീരുന്നതിനും റോട്ടർ ഡിസ്ക് തീരുന്നതിനും അനുസരിച്ച് മുകളിലോട്ട് വന്നു. പിസ്റ്റണ് ഏകദേശം ഇത്രയും നീളേ വരുന്നുള്ളൂ. ഇവിടെ ഒരു ഓറിങ് വരുന്നുണ്ട്. ഈ ഓറിങ്ങിന് മുകളിൽ വന്നുകൊണ്ടാണ് ഈ ലീക്ക് വരുന്നത്. അപ്പോൾ ഈ പിസ്റ്റൺ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കയറ്റേണ്ടതായിട്ടുണ്ട്. കറക്റ്റായിട്ട് സെൻറ്റർ വെച്ചിട്ട് വേണം പിസ്റ്റൺ ജി ക്ലാമ്പ് ഉപയോഗിച്ച് ഇതിനുള്ളിലോട്ട് കയറ്റി വിടാനായിട്ട്. കാരണം ക്രോസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്തെ ഓറിങ് ഡാമേജ് ആയി പോവും, പിന്നെയും ലീക്ക് ആവാനുള്ള ചാൻസ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിസ്റ്റൺ നമ്മൾ ഇതിനുള്ളിലോട്ട് ഇറക്കുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ പിസ്റ്റൺ വെക്കുക. ഇതിപ്പോൾ ചരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് കണ്ടാൽ മനസ്സിലാവും. പിസ്റ്റൺ മാത്രം കിടന്ന് ഇളകുന്നത് കണ്ടാൽ മനസ്സിലാവും. കാരണം പിസ്റ്റൺ മുകളിൽ വന്നു, ഈ ഓറിങ്ങിനെക്കാട്ടിലും മുകളിൽ വന്നുകൊണ്ടാണ് ഈ ലീക്ക് വരുന്നത്. അപ്പോൾ പിസ്റ്റൺ നമ്മൾ കയറ്റുന്ന സമയത്ത് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് പെതുക്കെ പ്രസ് ചെയ്തിട്ട് വേണം ഇതിനുള്ളിൽ പിസ്റ്റൺ കയറ്റി വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്രോസായി പോയി കഴിഞ്ഞാൽ ഈ ഓറിങ് ഡാമേജ് ആവും. പിന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ചവിട്ടിയത് അത് ആദ്യം നമ്മൾ പിസ്റ്റൺ കയറ്റി വെച്ച് നോക്കുക. കയറ്റി വെച്ചതിന് ശേഷം ലീക്ക് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുക.
അപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ ഇതിപ്പോൾ ഏകദേശം പിടിക്കാറായി. ബ്രേക്ക് പാഡ് ഡിസ്ക് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ റോട്ടർ ഡിസ്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ കാണുന്ന 2 ബോൾട്ടാണ് നമുക്ക് അഴിക്കേണ്ടത്. ഈ കാണുന്ന ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ക്ലാമ്പോട് കൂടി, കാലിപ്പർ ക്ലാമ്പോട് കൂടി നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഡിസ്ക് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഡിസ്ക് നമുക്ക് വെളിയിലെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇനി നമുക്ക് ഈ 2 ബോൾട്ടാണ് ഇനി അഴിക്കേണ്ടത്. അതുപോലെ തന്നെ ബ്രേക്ക് നമ്മൾ കാലിപ്പർ അഴിച്ചു കഴിഞ്ഞാൽ ഈ പിന്ന് ജാം ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കുക. ഈ പിന്ന് ജാം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രേക്ക് പാഡ് പെട്ടെന്ന് തേയാനുള്ള അവസ്ഥകളുണ്ട്. ഇതിൽ നമുക്ക് ക്ലീൻ ചെയ്ത് ഗ്രീസ് ഇട്ടാൽ മതി. ഇതിന് ജാമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, ഇത് 17ൻ്റെ ബോൾട്ടാണ് വരുന്നത്. രണ്ടും 17ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ഈ കാണുന്ന 2 ബോൾട്ടും 17ൻ്റെയാണ് വരുന്നത്. അതിൻ്റെ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ നീളത്തിലുള്ള 2 ബോൾട്ടാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത്. ഓക്കെ, ഡിസ്ക് ഓൾറെഡി ഫ്രീ ആണ്. നമുക്ക് ജസ്റ്റ് വെളിയിലെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റോട്ടർ ഡിസ്ക്. ഇത് നമുക്ക് പുതിയത് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് പാഡും മാറേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഇത് കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. ക്ലീൻ ചെയ്തിട്ട് ഇതിനുള്ള മണ്ണും പൊടിയും കളഞ്ഞിട്ട് കറക്റ്റായിട്ട് തന്നെ ഗ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പിസ്റ്റൺ കയറ്റുന്നത് ആ ഒരു രീതിയിൽ തന്നെ വെക്കുക. സെൻട്രലായിട്ട് തന്നെ പ്രസ് ചെയ്ത് പെതുക്കെ താഴോട്ട് പിസ്റ്റൺ ഉള്ളിലായിട്ട് കയറ്റി വെക്കുക. ഇതിപ്പോൾ പിസ്റ്റൺ ഫ്രീ ആണ്. അപ്പോൾ ഇവിടെയുള്ള ഡസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പിസ്റ്റണും കയറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ റോട്ടർ ഡിസ്കും പുതിയ ബ്രേക്ക് പാഡ് നമുക്ക് ഫിറ്റ് ചെയ്യാം. പിസ്റ്റൺ ഇതിനുള്ളിലോട്ട് കറക്റ്റ് കയറ്റി വെക്കുന്നതിന് മുമ്പേ തന്നെ ഈ എയർ നിപ്പിൾ ലൂസ് ചെയ്യുക. കാരണം പിസ്റ്റൺ ഫുള്ളായിട്ട് മേളിൽ വന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് കയറി പോകാനായിട്ട് ഈ എയർ നിപ്പിൾ ലൂസ് ചെയ്ത് വെക്കുക. ഇതെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എയർ നിപ്പിൾ ലൂസ് ചെയ്യുക, പിസ്റ്റൺ കറക്റ്റായിട്ട് തന്നെ അകത്ത് കയറ്റി വെക്കുക. അപ്പോൾ ഈ എയർ നിപ്പിൾ ലൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ പിസ്റ്റൺ അതിനകത്തോട്ട് സെൻറ്ററിൽ കൂടെ തന്നെ കയറി പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ എയർ നിപ്പിൾ നമ്മളിപ്പോൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ കറക്റ്റ്, അതായത് നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് ഇതിനുള്ളിലോട്ട് കയറി പോകണം. ഫ്ലൂയിഡ് എയർ നിപ്പിൾ വഴി വെളിയിൽ വരികയും ചെയ്യും. എന്നാൽ മാത്രമേ പിസ്റ്റൺ കറക്റ്റായിട്ട് കയറി പോകത്തുള്ളൂ. ഓവർ നമ്മൾ ലോഡ് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓവർ ലോഡ് ഉണ്ടെങ്കിൽ പിസ്റ്റൺ ചരിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു മെത്തേഡിൽ കറക്റ്റായിട്ട് പിസ്റ്റൺ കയറ്റി വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഓറിങ് ഡാമേജ് ആവാനുള്ള കാര്യം വരും. കാരണം നമ്മളിങ്ങനെ കയറ്റുന്ന സമയത്ത് എവിടെയെങ്കിലും ടൈറ്റ്, പിസ്റ്റൺ കയറാതെ ടൈറ്റ് ആവുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഓവർലോഡ് വന്നിട്ടുണ്ടെന്നാണ്, അതായത് പിസ്റ്റൺ ചരിഞ്ഞിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് എയർ നിപ്പിൾ ടൈറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് പാഡും റോട്ടർ ഡിസ്കും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എയർ എടുക്കേണ്ടതായിട്ടുണ്ട്. ഫുള്ളായിട്ട് പിസ്റ്റനുള്ളിൽ കയറ്റി അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഒലിച്ചിരുന്നൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. മണ്ണും പൊടിയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലൂയിഡ് ലീക്ക് ആവുന്നില്ല. പക്ഷേ ഫ്ലൂയിഡ് നമ്മൾ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിപ്പർ പിന്നും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റോട്ടർ ഡിസ്ക് കയറ്റണം. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് റോട്ടർ ഡിസ്കും ബ്രേക്ക് പാഡും ഫിറ്റ് ചെയ്യാം. റോട്ടർ ഡിസ്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ കയറ്റി വെച്ചു. ഇവിടെ വരുന്ന 2 ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യണം, കാലിപ്പർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബ്രേക്ക് പാഡ് ഇത് അകത്ത് വരുന്ന പിസ്റ്റൺ സൈഡിൽ വരുന്ന ബ്രേക്ക് പാഡാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ആ പ്ലേറ്റ് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ പ്ലേറ്റ് കൊടുത്തു വെച്ചേക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏകദേശം ഈ അളവിൽ ബ്രേക്ക് പാഡ് തീർന്നു കഴിയുമ്പോൾ ഈ പ്ലേറ്റ് റോട്ടർ ഡിസ്കിൽ മുട്ടും. അപ്പോൾ കിക്കി എന്നുള്ള ഒരു സൗണ്ട്, ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു മെറ്റൽ സ്റ്റീൽ ഉരയുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റ് ആ ഒരു ടൈം വരുമ്പോൾ ബ്രേക്ക് പാഡ് മാറ്റി വിടുക. ആ സൗണ്ട് നമ്മൾ ഗവനിക്കാതെ വണ്ടി ഓടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മുമ്പേ കണ്ടതുപോലെ പിസ്റ്റൺ ലീക്കാവും, അതുപോലെ തന്നെ റോട്ടർ ഡിസ്ക് ഡാമേജ് ആവാനൊക്കെ ഉള്ള അവസ്ഥ വരുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേറ്റ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അതൊരു മെസ്സഞ്ചറാണ്. ബ്രേക്ക് പാഡ് തീർന്നു നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സഞ്ചറാണ്. ഈ പ്ലേറ്റിൻ്റെ എൻഡ് വന്നിട്ട് ഈ ഏകദേശം ഇത്രയും ബ്രേക്ക് പാഡ് തീരുമ്പോൾ ഈ എൻഡ് വന്നിട്ട് റോട്ടർ ഡിസ്കിൽ മുട്ടും. റോട്ടർ ഡിസ്കിൽ മുട്ടുന്ന സമയത്ത് ഒരു കിക്കി എന്നുള്ള ഒരു സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമ്മൾ ബ്രേക്ക് പാഡ് കറക്റ്റായിട്ട് മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ റോട്ടർ ഡിസ്കൊക്കെ മാറേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യാം, കാലിപ്പറും അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ കാലിപ്പർ ഫിറ്റ് ചെയ്തു, ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്തു, റോട്ടർ ഡിസ്ക് എല്ലാം ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എയറും നമ്മൾ എടുത്തിട്ടുണ്ട്.
ബ്രേക്ക് ചവിട്ടി നോക്കുമ്പോൾ ഇപ്പോൾ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് പിസ്റ്റൺ കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. ഇവിടെ വരുന്ന എയർ നിപ്പിൾ ലൂസ് ചെയ്തിട്ട് പിസ്റ്റൺ കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഓറിങ് കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവുന്നുണ്ടോ എന്ന് പിസ്റ്റൻ്റെ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ലീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മളിപ്പോൾ എയർ എടുത്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ പോലും വർക്ക്ഷോപ്പിൽ അത് കാണിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു എക്സ്പെൻസിലേക്ക് അത് പോകാൻ ഉള്ള കാരണമുണ്ട്. ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായി കഴിഞ്ഞാൽ പെഡൽ കിട്ടില്ല, നമ്മൾ ചവിട്ടിയാൽ വണ്ടി നിൽക്കില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ടയോട്ട ഇന്നോവയാണ്. ഇതിൻ്റെ ബ്രേക്കിൻ്റെ പാട് മാറ്റുന്ന ഡിസ്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ പിസ്റ്റൺ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ പെഡൽ താന്നു പോകാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ബ്രേക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലൊക്കെ വരും. ഏത് വണ്ടിയായാലും കൂടെ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ടയോട്ട ഇന്നോവ ഫ്രണ്ട് ബ്രേക്ക് പാഡ് റോട്ടർ ഡിസ്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.